പച്ചപ്പുളിശ്ശേരി അല്ലെങ്കിൽ മോര് കൂട്ടാൻ എന്ന് പറയും. സേവ, ഇടിയപ്പം അല്ലെങ്കിൽ ചോറ് ഇതിനൊപ്പം വിളമ്പാവുന്ന ഒഴിച്ചു കൂട്ടാനാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുകയും പറ്റും. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി മുളക് അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ചുമന്ന മുളകും പച്ചമുളകും കലർത്തി നമുക്കിത് തയ്യാറാക്കാം. കൂടെ ചിരകിയ തേങ്ങ, ഏകദേശം 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. മുളകിന് ഇച്ചിരി എരിവ് കുറവായതുകൊണ്ട് കൂടുതൽ മുളക് എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തയ്യാറാക്കിയ തൈരാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മേടിക്കുകയും ചെയ്യാം. നന്നായിട്ട് തേങ്ങ അരച്ചതിന് ശേഷം തൈര് ഉടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു താളിപ്പ് എടുക്കാം. വെളിച്ചെണ്ണയിൽ കടുകും ചുമന്ന മുളകും കരിവേപ്പിലയാണ് താളിപ്പിനായിട്ട് എടുക്കേണ്ടത്. ഇതിലേക്ക് വേറൊന്നും ചേർക്കേണ്ട, കഷ്ണങ്ങളൊന്നും വേണ്ട. താളിപ്പ് ചേർത്തിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും തൈരും കൂടെ ഒഴിച്ച്, അത് തിളപ്പിക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. നന്നായിട്ട് ചൂടായി വരികയേ വേണ്ടുള്ളൂ. അത്രയാകുമ്പോൾ ഈ ഒഴിച്ചു കൂട്ടാൻ റെഡിയാവും. കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം കരിവേപ്പിലയും ചേർത്തിട്ട് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ഉടച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർക്കുക. നല്ലോണം ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഈ ഒഴിച്ചുകൂട്ടാൻ ശകലം എരിവ് കൂടിയിരിക്കണം, എങ്കിലേ നമ്മൾ ചോറിനൊപ്പോഴും അല്ല സേവയ്ക്കൊപ്പോഴും ഒഴിക്കുമ്പം ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. പിന്നെ എരിവ് അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. തിളപ്പിക്കുകയാണെങ്കിൽ തൈരാണ് പിരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഒന്ന് പതഞ്ഞ് വരാൻ തുടങ്ങുന്നുണ്ട്. നല്ലോണം ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തേക്കുക. ഇത് ഏറ്റവും നന്നായി പോകുന്നത് സേവയും ചോറുമാണ്. സേവയ്ക്കൊപ്പം പുളിശ്ശേരിയും പപ്പടവും മാത്രം മതി നമുക്ക്. കഴിക്കാനായിട്ട് സേവയിൽ പുളിശ്ശേരി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർക്കുക. അതുപോലെ ധാരാളം പുളിശ്ശേരി ഒഴിച്ച് ഒന്ന് കുതിർത്തതിന് ശേഷം പപ്പടം പൊടിച്ച് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. നല്ല കോമ്പിനേഷനാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള കോമ്പിനേഷൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.